ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, മധുരം വെപ്പ്, ഇങ്ങനെ ഏത് ഫങ്ഷൻ ആയാലും വേണ്ട ഒരു കളറാണ് ഈ ഗോൾഡൻ കളർ. എല്ലാവരും ചോദിക്കുന്ന ഒരു കളറ്. പക്ഷേ അത് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ആപ്ലിക് വർക്കും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നേരത്തെ ഒരിക്കൽ ഞാനൊരു മാമോദിസയ്ക്ക് വെയർ ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ആ ടൈപ്പിൽ നിന്ന് കൊണ്ടു തരാമോന്ന്. അപ്പോൾ എനിക്ക് ഈ തവണ കിട്ടിയത് ഇത് ടിഷ്യൂ ചന്തേരിയിലും കൂടിയാണ്. നമുക്ക് ഈ സാരി വെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫ്ലീറ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പല്ലു കണ്ടോ, ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കായിട്ടാണ് വരുന്നത്. സൈഡ് സ്കാലപ്പ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതൊരു ഗോൾഡൻ ഷെയ്ഡിൽ, ലൈറ്റ് ഗോൾഡനിൽ ഗോൾഡൻ ആപ്ലിക് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടിഷ്യൂ ചന്തേരിയാണ് ഈ മെറ്റീരിയലും വരുന്നത്. നമുക്ക് വെയർ ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ വെയ്റ്റ്ലെസ്സാണ്. അത് തന്നെയാണ് കേട്ടോ നമുക്കിത് ഏറ്റവും ഇഷ്ടമാവുന്നതും. അതുപോലെ ഇതിൻ്റെ ബോഡി പാർട്ടിലും ഈ ഡിസൈനുകൾ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മൽച്ചന്തേരിയും ടസറും ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാം ഈ ഗോൾഡൻ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി ആട്ടോ ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ആപ്ലിക് വർക്കാണ്. ഇതാണ് ഈ മെറ്റീരിയൽ. ടിഷ്യൂ ചന്തേരിയിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. പല്ലു പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ആപ്ലിക് വർക്ക് വരുന്നു. അതുപോലെ സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടിലും നമുക്ക് വൺ ലെയറായിട്ടും ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. എന്താ ഇതിൻ്റെ ഈ ഭാഗത്തും ഈ ഡിസൈൻ ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലൗസ് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ, അതായത് ഇതിൽ ഡിസൈൻ ഉണ്ട്. ഇനി ഇത് വേണ്ട എങ്കിൽ ഇങ്ങനെ സ്ലീവ് വേറെ വെച്ച് നമുക്ക് ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്ത് ഫങ്ഷൻ വെയർ ആയിട്ട് ചെയ്യാനും പറ്റും. റേറ്റ് വരുന്നത് 3885 ഈ സാരി വന്നിരിക്കുന്നത്. ഇത് മൽച്ചന്തേരിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പേൾ ക്രീം ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ആപ്ലിക് വർക്കാണ്. ഇതാണ് ഈ ഭാഗത്ത് ഒരു ലീവ്സ് ആപ്ലിക് വർക്കായിട്ട് വന്നിരിക്കുന്നു. പിന്നെ നിറയെ ബുട്ടാസ് ഉണ്ട്. സൈഡിൽ സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. മൽച്ചന്തേരി അറിയാലോ, വളരെ സോഫ്റ്റാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ആപ്ലിക് വർക്കുകൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2685 പേൾ ക്രീമാണ് ഷെയ്ഡ് വരിക കേട്ടോ. പിന്നെ നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. നിറയെ ചെറിയ ഗോൾഡൻ ബുട്ടാസ് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ടും. ഇതും പേൾ ക്രീമിൽ അതുപോലെ ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ആപ്ലിക് വർക്കിൻ്റെ ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. 2685 തന്നെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യണമെന്നുള്ളവർക്കും എല്ലാം നല്ലൊരു സാരി. ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇങ്ങനെ ഏത് കാര്യങ്ങൾക്കും നല്ലതാണ്. ഇപ്പോൾ യൂണിഫോം ആയിട്ട് വേണമെങ്കിലും, ഇപ്പോൾ ഈ ഡിസൈനിലൊക്കെ ചില ഡിഫറൻസ് കാണുമെങ്കിലും ഇത് തന്നെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ പല്ലുവിൽ ഇങ്ങനെ വരുന്നു. ഫുള്ള് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ഈ ആപ്ലിക് വർക്കും വന്നിട്ടുണ്ട്. പിന്നെ ബോഡി പാർട്ടും ഫുള്ളായിട്ടും ചെറിയ ബുട്ടാസ് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴും അങ്ങനെ തന്നെ. റേറ്റ് 2685. ഇതും മൽച്ചന്തേരിയിൽ പേൾ ക്രീമാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇതിൽ നിറയെ ബുട്ടാസ് വരുന്നു. അതുപോലെ ഇതിൻ്റെ ആപ്ലിക് വർക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ആപ്ലിക് വർക്കാണ് കേട്ടോ അത്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുന്നു. ലോവർ പോർഷനിൽ ചെറിയ ഡിസൈനുകൾ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരിക 2685 ഇത് ടസറിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബേജ് ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക.
ഇതിൽ വന്നിരിക്കുന്നത് ക്രോസ് സ്റ്റിച്ചാണ് ആ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. സൈഡിൽ ചെറിയ ഒരു ഗോൾഡൻ വീവിങ്ങുമായിട്ടാണ് ഇതിൻ്റെ ബോർഡർ വരിക. 2990 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. അതേ ബോർഡറിൻ്റെ അതേ ഡിസൈനായിട്ടുള്ള ബ്ലൗസ് പീസുമാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു സാരിയാണിത്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരിക. ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. ഏത് പ്രായക്കാർക്കും, അതായത് ഒരു അമ്മമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു യൂണിഫോമായിട്ടും ഇപ്പോഴെൻ്റെ അടുത്തുണ്ട് ഈ സാരികൾ. നല്ലൊരു സാരി എന്ന് പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. അതുപോലെ വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് അല്ല, വെയർ ചെയ്യാൻ എളുപ്പമാണ്. നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഡിസൈനും മെറ്റീരിയലും കളറും എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സാരിയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ആ ക്രോസ് സ്റ്റിച്ച് വന്നിരിക്കുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും ആ ക്രോസ് സ്റ്റിച്ച് വരുന്നുണ്ട്. ഇത് അതിൻ്റെ മറ്റൊരു ഡിസൈനാണ്. ഈ ടെസർ എന്താ ഈ റേറ്റിന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്യുവർ ടെസർ എടുക്കുന്നേക്കാളും അതിനെ മാറി നിൽക്കുന്ന ടെസർ തന്നെ ഇതൊരെണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ അത് തന്നെ പറയും. കാരണം അതുപോലെയാണ് ഈ മെറ്റീരിയലും ഡിസൈനുകളും എല്ലാം. ക്രോസ് സ്റ്റിച്ചാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡർ കണ്ടില്ലേ, അതുപോലെ ബ്ലൗസ് എല്ലാം ഒന്നിനൊന്ന് നല്ലതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതിൻ്റെ ഡിസൈനിൽ മാത്രമുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിത് വിടർത്തുന്നില്ല. ഇതിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2990. ഇതും ഒരു സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. സൈഡിൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നു. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്, അതോടൊപ്പം ഒരേ ബഞ്ചായിട്ട് ഫ്ലവേഴ്സുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. 2785 ഈ സാരി വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. നമുക്കിത് റഫ് യൂസ് ചെയ്തെന്ന് ഓർത്തുകൊണ്ടൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ ചെറിയ ബുട്ടാസ് ഫുള്ളായിട്ടും വരുന്നു. ഇത് സിൽക്കി കോട്ടയിലാണ് കേട്ടോ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ കളറുകളും ഈ പേൾ ക്രീമിലും ഈ ബേജ് ഷെയ്ഡിലുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് സിൽക്കി കോട്ടയിലാണ്. 1455 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് തന്നെയാണ് വരിക. ഇങ്ങനെയാണിത് വരിക. നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും പ്രോബ്ലം ഇല്ലാത്തൊരു സാരിയാണ്. ഷാംപൂ വാഷ്, ഞാനങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ വല്ല സോപ്പിട്ടല്ല, നമ്മുടെ ഷാംപൂ വാഷ് ഇട്ട് ചെയ്യേണ്ട സാരികളാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഹാഫായിട്ട് തന്നെ ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡറിലുള്ള ഡിസൈൻ വരിക. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഇതും സിൽക്കി കോട്ടയിലാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റിന് ഡിഫറൻസ് ഉണ്ട്. 2565. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് റേറ്റ്, ഡിഫറെൻറ്റ് ഡിസൈൻസ് എല്ലാം ഈ കൂടെയുണ്ട്. അതായത് ഈ കളർ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒത്തിരി പേര് ഈ കളറുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ യൂണിഫോമായിട്ടും എല്ലാം ഒരേ ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ, അതായത് ബാപ്റ്റിസോ ഹോളി കമ്മ്യൂണിയനോ അതുപോലെ മധുരം വെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുപോയിട്ടുള്ള സാരികളാണ്. അതിന് ഒരേ ഡിസൈൻസ് പുതിയതായിട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ പല്ലു ഇങ്ങനെ ഒരു കോർണറിൽ എംബ്രോയ്ഡറി വർക്കാണ് വരിക. സൈഡിലും അതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ടും ബോഡിയിൽ ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2565. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.